ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നമ്മുടെ കയ്യിൽ കുറച്ച് നത്തൽ കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടിലൊക്കെ നത്തൽ എന്ന് പറയും, നാട്ടിലോട്ടൊക്കെ ഇതിന് ചൂടേന്ന് പറയും കേട്ടോ. ഓരോ നാട്ടിലും ഓരോ പേരാണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഈ കൊളസ്ട്രോളുകാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും കഴിക്കാവുന്ന രീതിയിൽ ഒരു മീനിൻ്റെ ഒരു സാധനം ഉണ്ടാക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം, വായോ. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഇതാ: തക്കാളി, ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു പച്ചമുളക്, ഒരു 3-4 ചെറിയുള്ളി, ഇച്ചിരി മീനല്ലേ ഉള്ളൂ അതുകൊണ്ട് ഇതാ കുറച്ച് മല്ലിയില, ഒരു 4 ചുള വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു കുഞ്ഞ് കഷ്ണം വാളംപുളിയാണ്, പിന്നെ ഒരു പിഞ്ച് നമ്മുടെ കുരുമുളക് പൊടി, ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് നമ്മുടെ ഒരു പിഞ്ചല്ല, ഒരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ കാന്താരിപ്പൊടി. കാന്താരിപ്പൊടി ഇല്ലാത്തവർ പച്ചമുളക് ചേർത്തോ, ഇല്ല പച്ചക്കാന്താരി ഉണ്ടെങ്കിൽ അതെടുത്തോ, അല്ലെ ഉണക്ക കാന്താരി ഉണ്ട് അതും എടുത്തോ. ഒരു പിഞ്ച് വലിയ ജീരകത്തിൻ്റെ പൊടി, കറിവേപ്പില, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം. ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാവേ. ഇതാ അപ്പച്ചമ്പിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്, എന്നിട്ട് ആവി കയറിക്കൊണ്ടിരിക്കുന്നു. വേഗം തന്നെ തീരാവുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം അധികം എണ്ണയൊന്നും ചിലവാക്കാത്ത ഒരു കാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കറിയാണ് ഇത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമ്മൾ ഫ്രൈ ആക്കും, അതുപോലെ തന്നെ പുളിയില ചുടും, അതുപോലെ തന്നെ വേറൊരു രീതി. അപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അരച്ച് വെച്ചാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടിയത് അപ്പച്ചമ്പൊക്കെ ഇതാ വെള്ളം തിളച്ചെടുപ്പുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയോ? ഒരു മൺചട്ടി എടുത്തിട്ട് നമ്മുടെ ഈ തിരികയില്ലേ, റൗണ്ടിലുള്ള ആ തിരിക, അതിനകത്ത് മൺചട്ടിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ തിരികെ വെച്ചിട്ട് വാഴയിലയിൽ നമുക്ക് ഇതുപോലെ റെഡിയാക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത് വേറെ ഒരു രീതി കേട്ടോ. പിന്നെ നമ്മുടെ മൺചട്ടിയിൽ ഇച്ചിരി എണ്ണയൊന്ന് തടവിയിട്ട് അടിയിൽ വാഴയില വെച്ചിട്ട് അത് ചുട്ട പോലെയാകും. അപ്പം ഇതൊരു ആവിയിൽ വെന്ത, എന്നാൽ ഒരു നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു ഇതായിരിക്കുമേ. അപ്പം പല രീതിയിലുണ്ടാക്കാം. ഇതാ ഇതിപ്പോൾ ഞാനൊരു വാഴയില ഇതിനകത്തോട്ട് ഇറക്കി വെച്ചു കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്നാണെന്നറിയോ? നമ്മുടെ ഈ മീനിനകത്തോട്ട് മസാല എടുത്തങ്ങോട്ട് പുരട്ടി കൊടുക്കാം. നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം ഉള്ള ഒരു പെരട്ടായിരിക്കും. പെരട്ടെന്നും പറയാൻ പറ്റത്തില്ല, ഫ്രൈ എന്നും പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല. ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇങ്ങനെയൊന്ന് ഒഴിച്ച് എടുക്കാം കേട്ടോ. അതിഷ്ടമുള്ളവർ മാത്രം. ഇനി നമുക്ക് ഇത് നമ്മുടെ വാഴയിലോട്ടൊന്ന് എടുത്തു വെക്കാം. ഒന്ന് പരത്തി കൊടുത്താൽ മതി. ഇത് വലിയ മീനും ചെറിയ മീനും ഒക്കെ ചെയ്യാം കേട്ടോ ഇതുപോലെ. അപ്പം ഞാനിപ്പം നത്തലെടുത്തന്നേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ നന്നായിട്ടങ്ങ് പരത്തി കൊടുക്കണം. ഉപ്പും പുളിയൊക്കെ നോക്കണം കേട്ടോ. ഇനിയും മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ നമ്മുടെ മീനൊന്ന് തുറന്നു നോക്കണ്ടേ? 10-12 മിനിറ്റ് ആയി കേട്ടോ. അപ്പച്ചമ്പിൽ ഇങ്ങനെ ആവി കയറുന്നു കണ്ടോ. മീനൊക്കെ ഒന്ന് റെഡി ആയോ നോക്കണ്ടേ? ഉപ്പും പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്താ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. എന്നിട്ടൊരു ഇച്ചിരി വെളിച്ചെണ്ണ സ്പൂണിൽ അളന്നൊഴിച്ചാൽ മതി. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അതൊന്ന് ചുറ്റിട്ട് ഒഴിച്ചു കൊടുക്കുക. ചുറ്റിച്ചൊഴിച്ച് എല്ലാ സ്ഥലത്തും ഒന്നാവണം കേട്ടോ. അത്രയും പരിപാടിയേ ഉള്ളൂ. ഇനി കപ്പയ്ക്കോ ചോറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മീനിൻ്റെ ഒരു വിഭവമാണ് കേട്ടോ. ഇതാ നമുക്ക് വാഴയിലയിൽ നിന്ന് എടുക്കണ്ടേ? കണ്ടോ, എണ്ണ ആവശ്യമുള്ളവർ ഒഴിച്ചാൽ മതി. വീണ്ടും പറയുന്നത്, ഇനിയിപ്പം എണ്ണയൊന്നും ഇല്ലാതെ കഴിക്കണമെന്നുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. കപ്പയ്ക്കും ചോറിനും ഒക്കെ പറ്റുന്ന നല്ല ഒരു മീൻ പൊള്ളിച്ചതുമല്ല, മീൻ ഫ്രൈയും അല്ല, എന്നാൽ മീനിൻ്റെ ഒരു എന്താ പറയുക, വാഴയിലയിൽ വേവിച്ചെടുത്ത ഒരു മീൻ ഡിഷ് എന്ന് പേരിടാം അല്ലേ. അപ്പോൾ അതാ റെഡി ആയിട്ടുണ്ട്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ സെറ്റാവും. ഇപ്പം നമ്മളിങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് ഏത് മീൻ വെച്ചിട്ടും ഉണ്ടാക്കാം. വലിയ മീനാണെങ്കിലും ചെറിയ മീനാണെങ്കിലും അയലയാണെങ്കിലും മത്തി എല്ലാത്തിലും ഉണ്ടാക്കാം. എനിക്കിപ്പോൾ ഈ ചെറിയ മീൻ കിട്ടിയപ്പോൾ ഞാനങ്ങ് ഉണ്ടാക്കി കാണിച്ചു തന്നേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.